എല്ലാവർക്കും നമസ്കാരം. Today we will discuss the propagation of errors in powers. ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അതിൽ പവറുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ലെറ്റ് c ഈക്വൽ ടു a റൈസ് ടു b, c ഈക്വൽ ടു a റൈസ് ടു b. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എ ബി സി ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഇവിടെ എറർ കാൽക്കുലേറ്റ് ചെയ്യും? കാരണം എയുടെ പവറാണ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സി ഈക്വൽ ടു എ റൈസ് ടു 3 എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ എയിലുണ്ടാകുന്ന എറർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെൽറ്റ എ അബ്സല്യൂട്ട് എറർ ആണെന്നറിയാം. ഇതാണ് എറർ ലിമിറ്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എയിൽ ഉണ്ടാകുന്ന എറർ ശരിക്കും ഇത് 3 times ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, അതേപോലെ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, അങ്ങനെ 3 times ഇത് കൂടുന്നത് പോലെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ 3 times വരികയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം സി ഈസിക്കൽ ടു ഇതിനെ എ ഇൻറ്റു എ എന്നെഴുതുന്നത് പോലെയാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്കറിയാം ഡെൽറ്റ സി ബൈ സി, സിയുടെ റിലേറ്റീവ് എറർ നമ്മൾ എടുക്കും അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഓരോന്നും നമ്മൾ എടുക്കും. സോ ഡെൽറ്റ എ ബൈ എ അല്ലേ, പ്ലസ് പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ് എടുക്കുന്നത്. അടുത്ത ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ. സി ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ ഇത് 3 times ഉണ്ട്. സോ വി വിൽ റൈറ്റ് ഡെൽറ്റ സി ബൈ സി ഈസ് ഇക്വൽ ടു 3 times ഡെൽറ്റ എ ബൈ എ. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താലോ? യെസ്, ദി റിലേറ്റീവ് എറർ ഡെൽറ്റ സി ബൈ സി ഈസ് ഈക്വൽ ടു ബി, ഫ്രണ്ടിൽ നമ്മൾ എഴുതും ബി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. If you want to find out the percentage error, then you have to multiply this with 100. Okay, so percentage error in സിയിലുള്ള പെർസെൻറ്റേജ് എറർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അത്രയും പെർസെൻറ്റേജ്. ദിസ് വിൽ ബി ദ ആൻസർ. അപ്പോൾ പവറുകൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഒരിക്കലും മറന്നു വരുത്. ആ പവർ ഫ്രണ്ടിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ റിലേറ്റീവ് എറർ എഴുതുക. റിലേറ്റീവ് എറർ അല്ല, ഫ്രാക്ഷണൽ എറർ. പവർ ഫ്രണ്ടിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ ഫ്രാക്ഷണൽ എറർ എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നു. സപ്പോസ് നമുക്ക് ഇപ്പോൾ ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് മെഷർ ചെയ്തപ്പോൾ, റേഡിയസ് ഓഫ് എ സ്ഫിയർ, ഞാൻ അതിനെ സ്മാൾ ആർ എന്ന് വിളിക്കുന്നു. ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് മെഷർ ചെയ്തപ്പോൾ അത് 5 പ്ലസ് ഓർ മൈനസ് 1 അത്രയും മില്ലിമീറ്റേഴ്സ് എന്ന് വയ്ക്കുക. ഇങ്ങനെ കിട്ടി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ചോദ്യം ഇതാണ്, ദെൻ വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ? പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ, ഇൻ ഇറ്റ്സ് ഏരിയ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? അപ്പോൾ ആദ്യം അറിയേണ്ടത് സ്ഫിയറിൻ്റെ ഏരിയ എത്രയാണ്. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് 4 pi r² is the surface area. അപ്പോൾ ശരിക്കും
ഏരിയയിൽ വരുന്ന പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് എടുക്കണം. ഈസ് ഈക്വൽ ടു 4π ഈസ് എ കോൺസ്റ്റൻറ്റ് ഹൂസ് വാല്യൂ ഈസ് ഫിക്സഡ് വാല്യൂ ആണ്. സോ അതിന് എററില്ല. ബാക്കി r² എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. r² r⁻²2 ആണല്ലേ, അപ്പോൾ ബിക്ക് വരാൻ 2 കൊടുക്കണം. സോ 2 ഇൻറ്റു, ഇനി ആറിൻ്റെ ഫ്രാക്ഷണൽ എറർ എഴുതണം. ഇവിടെ നമ്മൾ എയുടെ എഴുതിയതുപോലെ തന്നെ. സോ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഇപ്പോൾ പെർസെൻറ്റേജ് എററായി. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 5 ± 1 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ റേഡിയസ് ആണ്, 1 അബ്സല്യൂട്ട് എററാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഇവിടെ നമ്മൾ സൈഡിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഡെൽറ്റ ആർ ബൈ ആർ എത്ര വന്നു? ഡെൽറ്റ ആർ 1 ആണ്. സോ 1/5. ഓക്കെ, 1/5 ഇവിടെ നമുക്കുണ്ട്. സോ വി പുട്ട് ദിസ് വാല്യൂ 2 ഇൻറ്റു 1/5 ഇൻറ്റു 100. ഓക്കെ, സോ 5ഉം 100 തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 20. സോ 20 ഇൻറ്റു 2 40. സോ 40% ഈസ് ദി ആൻസർ. ദിസ് ഈസ് ദി fractional error produced or the percentage error produced in the area. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4π ഒരിക്കലും നമ്മൾ എററാക്കി മാറ്റരുത്. 4π ഈസ് എ ഫിക്സഡ് വാല്യൂ. ഇതിന് മാത്രമേ നമ്മൾ എറർ കൊടുക്കാവൂ. r² നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഇത് നമ്മൾ പെർസെൻറ്റേജ് എററിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അബ്സല്യൂട്ട് വാല്യൂവിലാണെങ്കിൽ ഏരിയ നമ്മൾ എങ്ങനെ എഴുതണം? a ± ഡെൽറ്റ എ ഫോർമാറ്റിൽ ഏരിയ എഴുതേണ്ടി വരും. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ ഉണ്ട് അല്ലേ. ഒറിജിനൽ എയുടെ വാല്യൂ എത്രയാണ്? 4π ഇൻറ്റു r² ആണ്. സോ r 5 ആണ് അല്ലേ. സോ ആ 5² കൊടുത്തു. സോ യു വിൽ ഗെറ്റ് 25 ഇൻറ്റു 4. 25 ഇൻറ്റു 4 മീൻസ് 100π ആണ് ഏരിയ കിട്ടിയിരിക്കുന്നത്. ഇനി വാട്ട് അബൌട്ട് ഡെൽറ്റ എ അല്ലേ. ഡെൽറ്റ എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈ റിലേഷനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് റിലേഷൻ? a = 4π r²ലാണ് ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ a = 4π r²ൽ ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെൽറ്റ എ ബൈ എ ഈസ് ഈക്വൽ ടു ഇതിന് എററില്ല. സോ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. റെഡി. ഇവിടെ നിന്ന് ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ. ഡെൽറ്റ അല്ല എ. ഓക്കെ, ഹിയർ എ. ഓക്കെ, ഇത് എ ആണേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ആർ നമുക്കുണ്ട് അല്ലേ, ശരിയല്ലേ. ഡെൽറ്റ ആർ 1 ആണ്. ഡെൽറ്റ ആർ 5 ആണ്. സോ 1/5. ഇനി വാട്ട് ഈസ് എ? ദിസ് ഈസ് എ. എ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 100π. സോ 100π ദാറ്റ് ഈസ് ഈക്വൽ ടു 5ഉം 100ഉം മൾട്ടിപ്ലൈ കട്ട് ചെയ്തു. സോ 20. സോ 20 ഇൻറ്റു 2 40π. This is delta A. So now you can represent this. See, A ± delta A എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. The value will be, what is A? The value of A is here. See, 100π. 100π ± what is delta A? See here the value 40π. 40π is the value. So 40π. Okay, this will be the value. You can take pi outside. So 100
പ്ലസ് ഓർ മൈനസ് 45. ദിസ് വിൽ ബി ദ ഫൈനൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ വെച്ചും ചെയ്യാം. വിത്ത് എറർ ലിമിറ്റ്. ഇത് പെർസെൻറ്റേജ് എററിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലെല്ലാം പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് മാർക്ക് പോകാൻ അനുവദിക്കരുത്. കാരണം ഇത് വളരെ ഈസി ആയിട്ട് തെറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ബൈ.